വളരെ രുചികരമായ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇതിൽ നമുക്ക് ചേർക്കേണ്ടതില്ല. എന്നാൽ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിടുന്ന വീഡിയോസ് മുടങ്ങാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പീസൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നന്നായി കഴുകി തുടച്ച ഒരു ബൗൾ എടുക്കണം. ഈർപ്പത്തിൻ്റെ അംശം ഒന്നും പാടില്ല. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലോട്ട് പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാര, നല്ല മധുരം ആവശ്യമുള്ളവർക്ക് 1/4 കപ്പ്, അല്ലെങ്കിൽ അത്രയും എടുക്കാനേ പാടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഒന്ന് ഉടഞ്ഞ് ചേരാനോ കട്ട പിടിക്കാനോ പാടില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കേണ്ടതാണ്. നമുക്കിതിന് 1/2 ലിറ്റർ പാലാണ് ആവശ്യം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റോളം യോജിപ്പിച്ചതിന് ശേഷം 1/2 ലിറ്റർ പാലും കൂടി നമുക്കിതിനോടൊപ്പം യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. കട്ടയുണ്ടെങ്കിൽ അതെല്ലാം ഉടച്ച് ചേർക്കേണ്ടതാണ്. ഇതിലോട്ട് നേരത്തെ തിളപ്പിച്ച് തണുപ്പിച്ച് മാറ്റി വെച്ച 1/2 ലിറ്റർ പാല് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊണ്ടേയിരിക്കണം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു അരിപ്പ് ഉപയോഗിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വേണം ചൂടാക്കേണ്ടത്. അപ്പോൾ അരിപ്പ് ഉപയോഗിച്ച് അരിക്കുമ്പോൾ ബാക്കി അലിയാതെ കിടക്കുന്ന കട്ടകളും കൂടെ അതിനോട് ചേർന്ന് അലിഞ്ഞു പോകുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമുക്ക് വളരെ വേഗത്തിൽ ജലാറ്റിനൊന്നും ആഡ് ചെയ്യാതെ വേഗത്തിൽ ഉണ്ടാക്കിയെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. മാത്രമല്ല കോൺഫ്ലവറൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത് അരിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് ചൂടാക്കണം. കൈ എടുക്കാതെ വേണം ചൂടാക്കേണ്ടത്. ഇത് ചൂട് കൂടുന്നതനുസരിച്ച് ഒന്ന് കുറുകി വരാനുള്ള സാധ്യതയുണ്ട്. കൈ എടുക്കാതെ കുറുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വേഗത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. എന്നാലും അത്രയും സമയം, ഒരു 3-4 മിനിറ്റ് മതി അടുപ്പിൽ വയ്ക്കേണ്ടത്. അത്രയും സമയം ആണെങ്കിൽ കൂടെ നമ്മൾ കൈ എടുക്കാതെ കറക്കിക്കൊണ്ട് ഇരിക്കേണ്ടതാണ്. കാരണം ഇത് വേഗത്തിൽ കട്ടിയാകും. മാവ് വേഗത്തിൽ ചൂട് കൂടുന്നതനുസരിച്ച് കട്ടിയായിക്കൊണ്ടിരിക്കും. ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നല്ല തിള വരുന്ന സമയത്ത്, നന്നായി കുറുകി അതിൻ്റെ കറക്റ്റ് പാകമാകുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഉപയോഗിച്ച് കൊടുക്കാം. വേണമെങ്കിലാണ്, മിൽക്ക് മെയ്ഡ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമല്ല. ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാകും. ഒരു 1/4 സ്പൂൺ വാനില എസൻസ് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കൈയെടുത്താൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. 3-4 മിനിറ്റോ മതി നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് ഉണ്ടാക്കാം. പക്ഷെ അത്രയും സമയവും നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു ബൗളിൽ നമ്മൾ ഇത് തണുത്തതിന് ശേഷം നെയ്യോ വെണ്ണയോ തടവി കൊടുത്തതിന് ശേഷം, ഏതെങ്കിലും ഒന്ന് മതി, നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം തണുത്ത് വരുന്ന ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുക്കണ്ട, ചെറുതായിട്ട് ചൂട് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വയ്ക്കണം. അതല്ല ഫ്രീസറിലാണെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാൽ മതി. ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടി കിട്ടും. അത് വേണമെന്നില്ല, ചോക്ലേറ്റ് ഒഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം
എടുത്തതാണ്. ഇതൊന്ന് ഒരു പ്ലേറ്റ് വെച്ച് തിരിച്ചു കൊടുക്കാം. നമുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും സിമ്പിളുമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പുഡിങ്ങാണ്. നമുക്കെല്ലാവർക്കും വളരെ വേഗത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും നിങ്ങൾ ഉറപ്പായിട്ട് കാണണം. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എത്ര വേഗത്തിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചു. അല്ലാതെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതിയായി.